മക്കളെ, ഇന്ന് നമുക്ക് സയാനി ബുവ എന്ന കഹാനി സമ്മറി നോക്കാം. മന്നു ഭണ്ഡാരിയാണ് ഈ കഹാനി എഴുതിയിരിക്കുന്നത്. സയാനി ബുവ, സമർത്ഥയായ അമ്മായി, വളരെയധികം മിടുക്കിയായിട്ടുള്ള സമർത്ഥയായിട്ടുള്ള എല്ലാ ജോലികളും നന്നായിട്ട് വൃത്തിക്കും വെടിപ്പിലും ചെയ്യുന്ന സമർത്ഥയായ എല്ലാ കാര്യങ്ങൾക്കും മിടുമിടുക്കിയായ അമ്മായിയാണ് സയാനി അമ്മായി. സയാനി ബുവ എന്ന് പറഞ്ഞാൽ അമ്മായി, ആൻറ്റി എന്നൊക്കെയുള്ള അർത്ഥമാണ്. അച്ഛൻ്റെ പെങ്ങൾ സഹോദരിയാണ്, അച്ഛൻ്റെ സഹോദരിയാണ് ബുവ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സയാനി ബുവ വളരെ നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. അവർ എല്ലാ ജോലികളും വളരെയധികം അടുക്കും ചിട്ടയോടും കൂടിയിട്ട് നന്നായി വൃത്തിക്കും വെടിപ്പിലും ചെയ്യുന്ന ഒരു സ്ത്രീയായിരുന്നു സയാനി ബുവ. മിഷേൻ പോലെയായിരുന്നു അവരെല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നു, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നു. ഒരു മിഷേൻ പോലെയായിരുന്നു അവർ പ്രവർത്തിച്ചിരുന്നത്. അതുപോലെ തന്നെ വീട്ടിലുള്ള എല്ലാവരും ആ സയാനി ബുവയുടെ അതേ ഒരു രീതി, അതായത് ആ ഒരു വ്യക്തിത്വം എല്ലാവരിലും പ്രഭാവം ചെലുത്തിയിട്ടുണ്ടായിരുന്നു. ആ വീട്ടിലുള്ള എല്ലാവരും 5 മണിക്ക് എഴുന്നേൽക്കും. എഴുന്നേറ്റതിന് ശേഷം 1 മണിക്കൂർ അവർ നടക്കാൻ പോകും. പിന്നീട് അവർ തിരിച്ചു വന്നതിന് ശേഷം ചായയോ പാലോ എന്തെങ്കിലും കുടിക്കും. അതിനുശേഷം സയാനി ബുവയുടെ മകളായിട്ടുള്ള അന്നുവിനെ പഠിക്കാനിരുത്തും. പിന്നീട് സയാനി ബുവയുടെ ഭർത്താവായിട്ടുള്ള ബായി സാഹബ് പത്രം വായിക്കുകയും ഓഫീസിലെ ഫയലുകൾ നോക്കുകയും ചെയ്യും. അതിനുശേഷം 9 മണിയാകുന്ന സമയത്ത് അവർ കുളിക്കും, പിന്നീട് ഭക്ഷണം കഴിക്കും. അങ്ങനെയാണ് അവരുടെ ഒരു ദിവസം കടന്നു പോകുന്നത്. എല്ലാ ദിവസവും ഒരുപോലെ തന്നെ മിഷനെ പോലെ കൃത്യസമയത്ത് എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുമായിരുന്നു. വസ്ത്രങ്ങൾ ഒക്കെ സയാനി ബുവ നന്നായിട്ട് മടക്കി അടുക്കി പെറുക്കി വെച്ചിട്ട് അവിടെ നിന്ന് അവർക്ക് വസ്ത്രം ധരിക്കാൻ എടുത്ത് നൽകും. അതാണ് അവർ ധരിക്കാറുള്ളത്. സയാനി ബുവയാണ് അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്. കുട്ടിക്കാലം മുതലേ സയാനി ബുവയുടെ സ്വഭാവം ഇങ്ങനെ തന്നെയായിരുന്നു എന്നാണ് മന്നു ഭണ്ഡാരി, ലേഖിയുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടിക്കാലം മുതലേ സയാനി ബുവ അങ്ങനെ തന്നെയായിരുന്നു. ആ സയാനി ബുവയ്ക്ക് വേണ്ടിയിട്ട് സ്കൂളിലേക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ, പേന, അതുപോലെ തന്നെ പെൻസിൽ, പിന്നെ റേസർ, റബ്ബർ ഉണ്ടല്ലോ, അത് മുതലായവ അവർ വളരെയധികം ശ്രദ്ധയോടെയാണ് ഉപയോഗിച്ചിരുന്നത്. 4ാം ക്ലാസ്സിൽ നിന്നും വാങ്ങിയിട്ടുള്ള റബ്ബർ 9ാം ക്ലാസ് വരെ അവർ ഉപയോഗിക്കുമായിരുന്നു. അതുപോലെ തന്നെ പെൻസിൽ, എഴുതാൻ ഉപയോഗിക്കുന്ന പെൻസിൽ കയ്യിൽ പിടിക്കാൻ പറ്റാത്ത അത്രയും ചെറുതാകുന്നത് വരെ അത് ഉപയോഗിക്കുമായിരുന്നു. അതെവിടെയും കളഞ്ഞു പോവുകയോ നഷ്ടപ്പെടുത്തുകയോ ഒന്നും ചെയ്യാറില്ല. അത് ചെറിയ ക്ലാസ് പഠിക്കുന്ന സമയത്തെ വളരെയധികം സുരക്ഷിതമായിട്ട് തൻ്റെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു കഴിവും സയാനി ബുവയ്ക്ക് ഉണ്ടായിരുന്നു. സാധനങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് അവർ ഉപയോഗിച്ചിരുന്നതും. അതാണ് റേസർ, 4ാം ക്ലാസ്സിൽ നിന്ന് വാങ്ങിയിട്ടുള്ള റേസർ 9ാം ക്ലാസ് വരെ ഉപയോഗിച്ചിരുന്നു. 9ാം ക്ലാസ്സിൽ എത്തിയാലേ അത് തീരുള്ളൂ, അതുവരെ അത് ശ്രദ്ധയോടെ ഉപയോഗിക്കുമെന്നാണ് പറഞ്ഞത്. അവരുടെ ഓരോരോ കാര്യങ്ങളും ഇതുപോലെ തന്നെ ലേഖിയുടെ പിതാജി അവരോട് പറയാറുണ്ടായിരുന്നു. കുട്ടിക്കാലം മുതലേ സയാനി ബുവ എങ്ങനെയാണ് എന്ന കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു. ആ സമയത്ത് അവർക്ക് തോന്നിയിരുന്നത് വളരെ നന്നായി, സയാനി ബുവ അവരുടെ ഭർതൃഗൃഹത്തിൽ തന്നെ താമസിക്കുന്നത് വളരെ നന്നായി. അവർ ഈ വീട്ടിലായിരുന്നു എങ്കിൽ അവരുടെ അതേ ഒരു രീതിയിൽ അവരുടെ ചിട്ടയ്ക്ക് അനുസരിച്ച് ജീവിക്കേണ്ടി വരുമായിരുന്നല്ലോ എന്ന് അവർ ചിന്തിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ അലസതയൊന്നും ആ അമ്മായിയുടെ അരികിൽ നടക്കുകയില്ല. അതുകൊണ്ടാണ് അവരങ്ങനെ ചിന്തിച്ചത്. ഒരിക്കൽ ലേഖികയ്ക്ക് സയാനി ബുവയുടെ വീട്ടിൽ പോയി പഠിക്കാനുള്ള ഒരു സാഹചര്യം ഒത്തുവന്നു. ആ സമയത്ത് യാതൊരു മടിയും കൂടാതെ പെട്ടെന്ന് തന്നെ എനിക്ക് അവിടെ പോയി പഠിക്കാൻ താല്പര്യമില്ല, എനിക്ക് സമ്മതമല്ല എന്ന് അവർ ലേഖിക തീർത്തു പറഞ്ഞു. കാരണം സയാനി ബുവയുടെ കുട്ടിക്കാലം മുതലേയുള്ള സ്വഭാവം എങ്ങനെയായിരുന്നു എന്ന കാര്യം അച്ഛൻ പറഞ്ഞ് നന്നായിട്ട് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ബുവയുടെ അമ്മായിയുടെ വീട്ടിൽ പോയി പഠിക്കാൻ ലേഖികയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ
ലേഖികയുടെ പിതാജി വളരെയധികം നിർബന്ധിച്ചു. സ്നേഹത്തോടെയും ലാളനയോടെയും ദേഷ്യത്തോടെയും ഒക്കെ പല രീതിയിലും പറഞ്ഞിട്ട് ലേഖികയെ സമ്മതിപ്പിക്കുകയായിരുന്നു അവിടെ ആ സയാനി ബോയിയുടെ വീട്ടിൽ പോയി നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സയാനി ബോയിയുടെ വീട്ടിൽ പോയി നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് തോന്നി അവരുടെ 5 വയസ്സ് മാത്രം പ്രായമുള്ള മകൾ, 5 വയസ്സ് മാത്രം പ്രായമുള്ള അന്നു എന്ന മകൾ ഈ 5 വയസ്സിൽ ചെറിയ പ്രായത്തിലെ വളരെയധികം പക്വതയുള്ള ഒരു കുട്ടിയായി മാറിയിരിക്കുന്നു. കാരണം ആ ജീവിത രീതി, ആ ഒരു അന്തരീക്ഷത്തിലാണ് ആ കുട്ടി വളർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ അവൾ 5 വയസ്സിലെ വളരെയധികം പക്വതയുള്ള ഒരു കുട്ടിയായി മാറിയിരിക്കുന്നു. ചെറിയ കുട്ടികളെ പോലെയുള്ള തമാശ, ചിരികളികൾ ഒന്നും, സംസാരം ഒന്നും ആ കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല. സയാനി ബുവ വളരെയധികം ചിട്ടയോടും ക്രമത്തോടും കൂടി ഭക്ഷണരീതിയിലും എല്ലാ കാര്യങ്ങളും, ഭക്ഷണകാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ എങ്കിലും സയാനി ബുവയുടെ മകളായിട്ടുള്ള അന്നുവിന് പനി പിടിച്ചു. മരുന്ന് കഴിച്ചിട്ടും പല ചികിത്സകൾ നടത്തിയിട്ടും അന്നുവിൻ്റെ പനി കുറഞ്ഞില്ല. അങ്ങനെ ഡോക്ടർ നിർദ്ദേശിച്ചു അന്നുവിനെ അമ്മയിൽ നിന്നും കുറച്ച് ദിവസത്തേക്ക് അമ്മയിൽ നിന്നും മാറ്റി മറ്റൊരിടത്ത് താമസിപ്പിക്കണം എന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു. അങ്ങനെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അന്നുവിനെയും കൊണ്ട് ഭായി സാഹബ്, അതായത് ബുവാജിയുടെ ഭർത്താവ് ഭായി സാഹബും അന്നുവും ഒരു വേലക്കാരനും കൂടിയിട്ട് അവിടെ നിന്നും യാത്ര പുറപ്പെടുന്നു. പോകുന്ന സമയത്ത് എല്ലാ സാധനങ്ങളും സയാനി ബുവ കൃത്യതയോടുകൂടി പാക്ക് ചെയ്തു കൊടുത്തു. അവർക്ക് ധരിക്കാനുള്ള വസ്ത്രങ്ങൾ, തണുപ്പകറ്റാൻ വേണ്ടി ഇടുന്ന വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനുള്ള പാത്രങ്ങളും എല്ലാ സാധനങ്ങളും അവൾ എടുത്തു വെച്ചു. വിരിക്കാനും പുതയ്ക്കാനും ഒക്കെയുള്ള സാധനങ്ങളെല്ലതും എടുത്തു വെച്ചു. കൊടുക്കുന്ന സമയത്ത് നിർദ്ദേശം വെക്കുന്നുണ്ടായിരുന്നു, ഈ കൊണ്ടുപോകുന്ന സാധനങ്ങളൊന്നും എവിടെയും കളഞ്ഞു പോവരുത്, തിരിച്ചു കൊണ്ടുവരണം, ഒന്നും നഷ്ടപ്പെടുത്തരുത്, ഒന്നും പൊട്ടിക്കരുത്, ചീത്തയാക്കരുത് എന്നൊക്കെ നിർദ്ദേശിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു 2 കപ്പ്, അതായത് 50 രൂപയ്ക്ക് വാങ്ങിയിട്ടുള്ള 2 കപ്പ് അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊടുക്കുന്ന സമയത്തേ പറഞ്ഞു, ഇത് നഷ്ടപ്പെടുത്തരുത്, പൊട്ടിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് കൊടുത്തയക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഫ്രോക്ക് അവൾക്ക് വേണ്ടിയിട്ട്, മകൾക്ക് വേണ്ടിയിട്ട് ഒരു ഫ്രോക്ക് അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പറയുന്നു, അതിന് 7 രൂപയ്ക്ക് ഞാൻ തയ്യൽ കൂലി 7 രൂപ കൊടുത്തിട്ട് തയ്പ്പിച്ച ഫ്രോക്കാണ്, അത് ചീത്തയാക്കരുത്, നഷ്ടപ്പെടുത്തരുത് എന്നൊക്കെ നിർദ്ദേശിച്ചുകൊണ്ടാണ് ആ ഫ്രോക്കും അവർക്ക് നൽകിയിരിക്കുന്നത്. അങ്ങനെ എല്ലാ മാസവും അവിടെ നിന്നും അവർ കത്തയക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് സയാനി ബുവ അവർക്ക് വേണ്ടി കത്തയക്കുമായിരുന്നു. സയാനി ബുവ എഴുതുന്ന കത്തിൽ കൊണ്ടുപോയിട്ടുള്ള സാധനങ്ങൾ ഒന്നും ചീത്തയാക്കരുത്, പൊട്ടിക്കരുത്, നശിപ്പിക്കരുത് എന്ന് മാത്രമാണ് ആവർത്തിച്ച് അവൾ എഴുതിക്കൊണ്ടേയിരുന്നത്. ഇവിടുന്ന് പോകുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇവിടുന്ന് പോകുമ്പോൾ അവരോട് പറഞ്ഞയച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും എഴുതി അവരെ അറിയിച്ചുകൊണ്ടേയിരുന്നു. അതായിരുന്നു സയാനി ബുവയുടെ കത്തിലുണ്ടായിരുന്നത്. എന്നാൽ ഭായി സാഹബ് അവിടെ നിന്നും അന്നുവിൻ്റെ വിശേഷങ്ങൾ അറിയിച്ചുകൊണ്ടാണ് ഇവിടേക്ക് കത്തെഴുതിയിരുന്നത്. അന്നു സുഖമായിട്ടിരിക്കുന്നു, അവൾക്ക് പനിയായിരുന്നു, അവ പനിയെക്കുറിച്ചും അവളുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു ഭായി സാഹബ് കത്തയച്ചിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു മാസത്തിൽ ഒരു കത്ത് വരുന്നതാണ്. പക്ഷെ ഒരു മാസം കഴിഞ്ഞു, 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, കത്ത് വരാതെ സയാനി ബുവ വളരെയധികം വിഷമിച്ചു. സയാനി ബുവ ലേഖികയോട് അതിനെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ദുസ്വപ്നങ്ങൾ കാണുന്നുണ്ട് എന്ന കാര്യങ്ങളൊക്കെ അറിയിച്ചു. ദുസ്വപ്നത്തിൽ ഭായി സാഹബ് വളരെയധികം വിഷമത്തോടെ കണ്ണുകൾ ചുമന്നുകൊണ്ട് ഒറ്റയ്ക്ക് നടന്നു വരുന്നതായിട്ടും കൂടെ അന്നു ഇല്ല എന്നൊക്കെയാണ് ഞാൻ സ്വപ്നം കാണുന്നത്. ഇങ്ങനെയുള്ള ദുസ്വപ്നങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്, ഞാൻ വളരെയധികം ഭയത്തിലാണിരിക്കുന്നത് എന്ന കാര്യമൊക്കെ ലേഖികയോട് സയാനി ബുവ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സയാനി ബുവ വളരെയധികം വിഷമത്തിലിരിക്കെ 3-ാമത്തെ ദിവസം സയാനി ബുവയ്ക്ക് ഭായി സാഹബിൻ്റെ കത്ത് കിട്ടി. കത്ത് തുറന്ന് വായിച്ചു. വളരെയധികം ആകാംക്ഷയോടെ പെട്ടെന്ന് തന്നെ കത്ത് തുറന്ന് വായിക്കുകയായിരുന്ന സയാനി ബുവ അതിലെഴുതിയിരിക്കുന്ന വരികൾ കണ്ട് ആകെ സ്തബ്ധയായി പേടിച്ചു. അന്നുവിന് എന്തോ പറ്റി എന്ന് കരുതിയിട്ട് തലക്കടിച്ച് നിലവിളിച്ച് വളരെയധികം ഉച്ചത്തിൽ ആർത്ത് വിളിച്ച് കരയാൻ തുടങ്ങി.
ലേഖികയും കരുതി എന്തോ അന്നുവിന് സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ബുവ, അതായത് സയാനി ബുവ കരയുന്നത് എന്ന് കരുതിയിട്ട് വളരെയധികം ധൈര്യം സംഭരിച്ചുകൊണ്ട് ലേഖിക ആ കത്ത് എടുത്ത് വായിച്ചപ്പോൾ വായിക്കുന്ന സമയത്ത് ലേഖയ്ക്ക് തോന്നി അന്നുവിന് എന്തോ സംഭവിച്ചിരിക്കുന്നു, അതാണ് ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത് എന്ന് കരുതി. ലേഖയുടെ കണ്ണുകൾ നിറഞ്ഞു. അക്ഷരങ്ങളൊന്നും കാണാത്ത രീതിയിൽ കണ്ണുകൾ നിറഞ്ഞു. എങ്ങനെയൊക്കെയോ പ്രയാസപ്പെട്ട് ബാക്കി ഭാഗം കൂടെ വായിച്ചു തീർത്ത ലേഖിക മനസ്സിലാക്കി അതിൽ അന്നുവിനൊന്നും സംഭവിച്ചതായിട്ടല്ല എഴുതിയിരിക്കുന്നത്. നീ എല്ലാം സഹിക്കണം, നിനക്ക് സഹിക്കാനുള്ള ശക്തി ഉണ്ടാവണം, നീ സഹിച്ചേ പറ്റൂ എന്ന കാര്യങ്ങളൊക്കെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നുന്നത് അത് അന്നുവിനെന്തോ സംഭവിച്ചിരിക്കുന്നു എന്നാണ്. പക്ഷേ അതിലെഴുതിയ കാര്യം ഇന്നലെ 4 മണിക്ക് എൻ്റെ കയ്യിൽ നിന്നും നീ തന്നയച്ചിരുന്ന കപ്പ് താഴെ വീണു പൊട്ടിപ്പോയി എന്ന കാര്യമാണ് അതിൽ എഴുതിയിരുന്നത്. അത് കണ്ട് ലേഖിക പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അത് വായിച്ച ഉടനെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ എന്താണ് സംഭവിച്ചത് എന്ന കാര്യം കരഞ്ഞുകൊണ്ടിരിക്കുന്ന സയാനി ബുവയെ അറിയിച്ചു. സയാനി ബുവയെ എങ്ങനെയാണ് അറിയിച്ചത് എന്ന് ലേഖികയ്ക്ക് എഴുതി ഫലിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് അത് പറഞ്ഞ് ഫലിപ്പിച്ചത് എന്നറിയുകയില്ല. എങ്ങനെയൊക്കെയോ ലേഖികയോട് പറഞ്ഞു. ലേഖിക സയാനി ബുവയോട് പറഞ്ഞു, അന്നുവിനൊന്നും സംഭവിച്ചിട്ടില്ല, ഇതാണ് സംഭവിച്ചത് എന്ന കാര്യം പറയുകയും കത്ത് കാണിക്കുകയും ചെയ്തു. സംഭവം വ്യക്തമായിട്ട് അറിഞ്ഞതിന് ശേഷം സയാനി ബുവ കണ്ണീരോടെ പൊട്ടിച്ചിരിച്ചു. അതാണ് നമ്മുടെ സയാനി ബുവയുടെ കഹാനി. വളരെ മനോഹരമായിട്ടുള്ളൊരു കഹാനിയാണ്. വളരെയധികം കർക്കശക്കാരിയും കൃത്യനിഷ്ഠയോടുകൂടിയും സമർത്ഥയായിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നെങ്കിലും അവർക്ക് എല്ലാവരോടും സ്നേഹവും കരുണയും ഉണ്ടായിരുന്നു എന്നാണ് ഈ കഥയിലൂടെ പറയുന്നത്. ഓക്കെ, അപ്പം അത്രയാണ് നമ്മുടെ സയാനി ബുവ എന്ന കഹാനിയുള്ളത്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക, പാഠഭാഗം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക, അർത്ഥങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ സെൻറ്റൻസും നിങ്ങൾ ഒറ്റയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ വായിക്കാൻ ശ്രമിക്കുക. ഓക്കെ.